മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു വൃദ്ധൻ തൻ്റെ ചാരത്തേക്ക് മകനെ ചേർത്തിരുത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു. മകനെ, ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിലെ ശിക്ഷ ഒഴിവായി കിട്ടുവാൻ നീ എന്നെ ഒന്ന് സഹായിക്കും. മകൻ ചോദിച്ചു, ഞാൻ എന്ത് സഹായമാണ് ഉപ്പ ചെയ്യേണ്ടത്? ആ പിതാവ് പറഞ്ഞു, ഞാൻ ഒരു ബാധ്യതക്കാരനാണ്. മകൻ ചോദിച്ചു, എത്ര ബാധ്യതയുണ്ടെങ്കിലും ഞാനത് വീട്ടിൽ തരാം. പിതാവ് പറഞ്ഞു, പണമല്ല മകനെ, മറിച്ച് നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈത്തപ്പന തോട്ടത്തിൽ നിന്നും ഒരു ഈത്തപ്പഴം നിലത്ത് വീണ് കിടന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. വിശപ്പ് കൊണ്ട് മറ്റൊന്നും നോക്കാതെ ഞാനെടുത്ത് കഴിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അനുവാദമുണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം. അതുകൊണ്ട് നീ ഒന്ന് അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്ന് എനിക്ക് വേണ്ടി പൊരുത്തം ചോദിക്കണം. ഉടനെ മകൻ അയൽവാസിയുടെ വീട്ടിൽ ചെന്ന് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 100 വട്ടം നിൻ്റെ ഉപ്പയ്ക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തുവെന്ന്. ഈ വാർത്ത മകൻ പിതാവിനോട് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. പ്രിയപ്പെട്ടവരെ, കടമകൾ 2 വിധമാണ്. ഒന്ന് സൃഷ്ടാവിനോട്, മറ്റ് സൃഷ്ടികളോട്. സൃഷ്ടാവിനോടുള്ള കടമകളും കടപ്പാടുകളും നിഷ്കളങ്കമായ തൗബയിലൂടെ അള്ളാഹു പൊരുത്തപ്പെട്ടേക്കാം. പക്ഷേ ജനങ്ങളുമായിട്ടുള്ള ബാധ്യതകൾ പൂർണ്ണമായും പൊരുത്തപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു ആ വിഷയത്തിൽ ഇടപെടുകയില്ല. നമ്മുടെ നന്മകൾ പരാതിക്കാരന് എടുത്തു കൊടുക്കേണ്ടി വരും. നാളെ പരലോകത്ത് കനത്ത ശിക്ഷയ്ക്ക് നാം വിധേയരാക്കപ്പെടുകയും ചെയ്യും.